ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടുമായിരുന്നു. അത് മാത്രമല്ല ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസിലാണ്. കാരണം ഷോർട്സ് ആകുമ്പം ഷൂട്ട് ചെയ്യാൻ ഈസിയാണ്. വളരെ കുറച്ച് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. വേഗം നിങ്ങൾക്ക് കണ്ടു തീർക്കുകയും ചെയ്യാം. ഒപ്പം കോമഡി കാണും, നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം, പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടാം. പക്ഷേ ലോങ് വീഡിയോസ് അങ്ങനെയല്ല. നമുക്കൊരു വലിയ പ്രിപ്പറേഷൻ തന്നെ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫെബ്രുവരി മാസമാണല്ലേ. ഫെബ്രുവരിയിൽ എന്തൊക്കെ പ്രത്യേകതയുണ്ട്? വാലന്റൈൻസ് ഡേ ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മാർച്ചിലോട്ട് ഇത് എത്താൻ പോവാണ്, സമ്മർ സീസൺ വരാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമ്മർ സീസണിനും വാലന്റൈൻസ് ഡേക്ക് ഇട്ട് അടിച്ച് പൊളിച്ച് നടക്കാൻ പറ്റിയ കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സ് ഒന്ന് കണ്ടാലോ. സോ ഈ ഡ്രസ് ഹോൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു തീരുമ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ കാണിക്കുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടത് ആ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ടൈറ്റിലും ആ ഡ്രസ്സിൻ്റെ കളറും ആ ഡ്രസ്സിൻ്റെ പേരും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒട്ടും കത്തിയടിച്ച് താമസിപ്പിക്കേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഡ്രസ്സൊക്കെ എൻ്റെ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും ആ ഡ്രസ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ബോഡിയിൽ അത് ഇടുമ്പം എന്ത് ലുക്കായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ സൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആദ്യം ഞാൻ പാരറ്റ് ഗ്രീൻ ഡ്രസ്സാണ് മേടിച്ചിട്ടുള്ളത്. പാരറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തത്തമ്മ പച്ച, അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് വെർഷനാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്ന ഒരു ജോർജറ്റ് ഷിഫോൺ ആ ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷേ കഴുത്ത് വരുന്നത് ഇതുപോലത്തെ വി ഷേപ്പിലാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആങ്കിൾ ലെങ്ത് അല്ല, നമ്മുടെ മുട്ടിന് തൊട്ട് മേളിൽ അല്ലെങ്കിൽ മുട്ടിന് താഴെ നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിരിക്കും. അത്രയും ലെങ്ത് വരുന്ന ഒരു മിനി ഡ്രസ്സാണിത്. ഈ ചെറിയ പ്രിന്റ് വരുന്നുണ്ട്, ഇതിൽ ബ്ലോക്ക് പ്രിന്റ്സ് എന്നൊക്കെ പറയാം. അതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. അവർ നല്ല ഡ്രസ്സല്ലേ കാണാൻ മാത്രമല്ല ഇടാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്തത് ഒരു റെഡ് കളർ. റെഡ് എന്ന് പറയുമ്പം ഒരു ഡാർക്ക് മെജന്ത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ കളറിലൊരു ഡ്രസ്സാണിത്. ഇത് നല്ല ലോങ് ഡ്രസ്സാണ്, മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയാം. നമ്മുടെ ആങ്കിൾ ലെങ്ത് വരയ്ക്കും ഈ ഡ്രസ്സിൻ്റെ ലെങ്ത് ഉണ്ടാവും. സൈഡിൽ വീഡിയോയിൽ കാണാം, കൈയൊക്കെ കണ്ടില്ലേ, നല്ല ബട്ടർഫ്ലൈ പോലെ ഉണ്ട്, നല്ല ലൂസാണ്, ഇത്തിരി ടൈറ്റ് ഫിറ്റിംഗ് അല്ല. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ നടന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ആ ടൈപ്പിൽ വരുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സിബും അതുപോലെ ഹുക്കും അറ്റാച്ച് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ബെൽറ്റ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലൂസ് ആക്കുകയാണെങ്കിൽ ലൂസായിട്ട് കെട്ടാം, അല്ലെങ്കിൽ ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടും കെട്ടാൻ പറ്റും. ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഡിസൈനിലാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു ക്രേപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്രേപ്പ് അല്ലെങ്കിൽ ഗാർഡൻ സാരി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ആ ഒരു സ്റ്റഫ് വരുന്ന ഒരു മെറ്റീരിയലാണിത്. നല്ല ഡ്രസ്സല്ലേ കാണാൻ. എനിക്ക് പൊതുവേ ഈ റെഡ് കളർ, പിന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സില്ലേ, പിങ്ക്, യെല്ലോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഈ മേടിച്ച ഡ്രസ്സിൽ എല്ലാത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ക്യൂട്ട് എന്ന് പറഞ്ഞാൽ പോരാ, ക്യൂട്ട് ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു ഡ്രസ്സാണ്. ഇതിൽ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ മിക്സഡ് കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വരുന്നത്. നല്ല ഡ്രസ്സല്ലേ കാണാൻ. ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഇതുപോലത്തെ ഫ്രില്ല് വരുന്ന കൈയാണ് ഇതിൽ വരുന്നത്. നല്ലൊരു എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ വരുമ്പം നല്ല സ്ട്രെച്ചബിൾ ആണ് അല്ലേ. എലാസ്റ്റിക് പോലെ നമുക്ക് ഒത്തിരി വലിച്ചാൽ കയറി പോവും, പക്ഷേ നല്ല സ്ട്രെച്ചബിൾ ആണ്. അത്യാവശ്യം ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നും കിടക്കില്ല. എന്തായാലും കണ്ടില്ലേ, നല്ല ലെങ്ത് ഉണ്ട്. ഇതും ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ ഡ്രസ്സായാലും കുർത്തി ആയാലും നമ്മൾ ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കറക്റ്റ് സൈസ് അല്ലാണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൈസ് 34 ആണെങ്കിൽ എപ്പോഴും ഒരു 36, 38 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് സൈസ് എടുത്താൽ വീട്ടിൽ വരുമ്പോൾ എന്തായാലും ഭയങ്കര ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. നമുക്ക് 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഓൾട്ടർ ചെയ്ത് ഒന്ന് വലുതാക്കി ഇടാനൊന്നും പറ്റില്ല. അതേസമയം നമ്മുടെ സൈസിനെക്കാളും ഒരു സൈസ് വലിയ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4-5 വർഷം വരെയും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വരെയൊക്കെ ഉണ്ട്. സോ കുറച്ച് വലിയ സൈസ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
അടുത്തതെന്ന് പറയുന്നത് കുറച്ച് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ. എനിക്ക് ഫ്ലോറൽ പ്രിന്റ്സ് ഡ്രസ്സ് അതുപോലെ ഫ്ലോറൽ പ്രിന്റ്സ് കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. ഇതും ആങ്കിൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ആങ്കിൾ ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എന്താ പറയുക മുട്ടിന് താഴെയായിട്ട് കിടക്കും, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്, നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇത് കോട്ടൺ ആണെന്ന് തോന്നുന്നു, പ്യുവർ കോട്ടൺ ആയിരിക്കില്ല, മിക്സ് ആയിരിക്കും, പക്ഷേ ചൂടെടുക്കില്ല കേട്ടോ, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല രസമില്ലേ? ഇതിൻ്റെ കൈ വരുന്നതും പപ്പി ടൈപ്പാണ്, നമുക്കിങ്ങനെ ലൂസായിട്ട് കിടക്കും, ഒത്തിരി ടൈറ്റ് ആയിട്ട് കിടക്കില്ല, നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ കേട്ടോ. ഈ ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടേക്കും, മറക്കരുത്, എല്ലാ ലിങ്കിലും ഒന്ന് ചെക്ക് ചെയ്യൂ. ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ, അല്ലെങ്കിൽ റിസോർട്ട് സ്റ്റേക്കൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമുക്കിങ്ങനെ കുർത്തിയും പാൻറ്റും അല്ലെങ്കിൽ ലെഗിൻസും ജീൻസും ഒക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വെക്കേഷന് പോകുമെന്ന് പറയുമ്പം എനിക്കത് തീരെ താല്പര്യമുള്ള കാര്യമില്ല. സോ അതിനൊക്കെയാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ചു പൊളിച്ച് പോവാം. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നമ്മുടെ ഉള്ളിത്തൊലി കളർ എന്ന് പറയും, ഒണിയൻ കളർ. നല്ലൊരു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറിൽ. ഡ്രസ്സായാലും കുർത്തീസ് ആയാലും ഒത്തിരി കളർ ഡ്രസ്സ് എനിക്കിതുണ്ട് സെയിം കളറിൽ. അടിപൊളിയല്ലേ? ഇത് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്, ചൂടൊന്നും നമുക്ക് അങ്ങനെ എടുക്കില്ല. ഇതും ഒരു മാക്സി ഡ്രസ്സ് എന്നാണെങ്കിൽ പറയാം, കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. നല്ല കളറാണ്, ഇടാനും നല്ല അടിപൊളി കേട്ടോ. ബട്ടൺസ് ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൈ വരുന്നതും 3/4 സ്ലീവാണ്. ചിലർക്ക് ഇത് ഫുൾ സ്ലീവ് ആയിരിക്കും, കാരണം കൈ നീളം ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്കൊക്കെ മീഡിയം ആണ്, കാരണം ഞാൻ ഫുൾ സ്ലീവ് മേടിച്ചാലും ചിലപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറിയിരിക്കും. ഇവിടെ 3/4 ഒരു മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഇറങ്ങിയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ശരീരമാണ് എൻ്റെ. സോ എന്തായാലും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ശരീരത്തിങ്ങനെ ചേർന്ന് പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു ടൈപ്പിലൊരു മെറ്റീരിയലാണിത്. ഞാനിപ്പോൾ എനിക്ക് മോനുണ്ട്, അപ്പോൾ മോനെയും കൊണ്ടൊക്കെ യാത്ര പോകുമ്പം ഇതുപോലത്തെ ഡ്രസ്സ് ഇടാനാണ് ഞാൻ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യെല്ലോ കളർ. നല്ല ബ്രൈറ്റ് ആണല്ലോ, നമ്മൾ ആരായിക്കോട്ടെ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ, റെഡ് കളറൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കൊള്ളാലോ, അങ്ങനെ ഒരു ഫീലാണ്. എനിക്ക് ഈ ബ്രൈറ്റ് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതും നല്ല ലോങ് മാക്സി ഡ്രസ്സാണ്, നല്ല നീളമാണ്, നമ്മുടെ ആങ്കിൾ ലെങ്ത് വരെയുള്ള ഡ്രസ്സാണ്. അടിപൊളിയല്ലേ കാണാൻ? നല്ല ഡ്രസ്സല്ലേ? സോ ഈ ഡ്രസ്സിലും അവർ സെയിം കളർ ബെൽറ്റ് പോലത്തെ ഒരു സംഭവം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇത് ടൈറ്റ് ആക്കി കിട്ടുമോ അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കി കിട്ടുമോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിൽ സിപ്പ് പ്ലസ് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ ഇറങ്ങി ഒന്നും വരത്തില്ല ഡ്രസ്സ്, നല്ല രസമായിരിക്കും വരുമ്പോൾ. സോ നിങ്ങൾ ഈ ഓരോ വെറൈറ്റി ഡ്രസ്സും പോയി ചെക്കൗട്ട് ചെയ്യുക, മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ജോർജറ്റ് ഷിഫോൺ സാരി ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക തൂവൽ പോലെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഇരിക്കും, നല്ല രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും, അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കിനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. പിന്നെ പറയാൻ മറന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ടാറ്റാ.